ആശയുടെ മകനെ കൈയേറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് കൈയേറ്റം ചെയ്താൽ ഞാനുള്ള കാര്യം പറയാം, ആ പയ്യന് ജീവിച്ചിരിക്കാൻ പറ്റില്ലായിരുന്നു. അവിടെ നിൽക്കുന്ന മറ്റു സാക്കൾ കൈയേറ്റം ചെയ്താൽ ജീവിച്ചിരിക്കാൻ പറ്റില്ല. അതിനൊക്കെ കെൽപ്പുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഈ അവസാന കാലത്ത് മകൾ ആശ ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ മെഡിക്കൽ കോളേജിൽ കൈമാറുന്ന കാര്യം ചർച്ചയായിട്ടുണ്ടായിരുന്നു. ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അത് അപ്പച്ചൻ തീരുമാനിക്കുന്ന ഇഷ്യൂ അല്ല. അപ്പച്ചൻ വേറെ ആരെങ്കിലും ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. അതിന് കപ്പാസിറ്റി ഇല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ അവസാനം വരെ കഴിഞ്ഞ 2 ആഴ്ച ഒഴിച്ച് അവസാനം വരെ അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പച്ചൻ തീരുമാനം എടുത്താണ്, വളരെ നേരത്തെ തീരുമാനം എടുത്താണ്. വളരെ പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇനി അഥവാ ചർച്ച ചെയ്യണമെങ്കിൽ തന്നെ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറോ ഇൻഡിവിജ്വലോ അല്ല ഈ മകൾ. ആശ ഇതിനു മുമ്പും ഇതുപോലുള്ള ഒരു ബിഹേവിയർ തന്നെ ആയിരുന്നു, ഒരു ചെറുപ്പം മുതൽ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ആയിരുന്നു. ചെറുപ്പം മുതൽ വെച്ചാൽ എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷമാണല്ലോ എനിക്ക് പറയാൻ പറ്റുന്നത്. അത് നോക്കുമ്പോൾ സ്ലൈറ്റായിട്ട് എല്ലാ വീട്ടിലൊക്കെ അല്ലേ, പെൺകുട്ടികളോ ആൺകുട്ടികളോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു ട്രാക്ക് തെറ്റി കിടക്കും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങ് BJPയുടെ ഇൻസ്റ്റിഗേഷൻ കൊണ്ടാണ് ഇത് നടന്നതെന്ന് എങ്ങനെ ഉറച്ച് പറയാൻ സാധിക്കും? വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഞാൻ പറയണത് ദൂരദർശനം കൂടി പബ്ലിഷ് ചെയ്യേണ്ടി വരും. അവസാനം ജോലി പോരുത്, അത്രേ ഉള്ളൂ. കൃത്യമായിട്ട് എനിക്കറിയാം. BJPനെ മുഴുവനല്ല ഞാൻ പറയുന്നത്, RSSനെ മുഴുവനല്ല, ചില വ്യക്തികൾ അതിലുള്ള ആൾക്കാർ ഇത് എക്സ്പ്ലോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJPയുടെ സ്റ്റേറ്റ് ലീഡർ കൊണ്ടുപോയിട്ട് എട്ടും മുട്ടും തിരിയാത്ത പയ്യനെ വെച്ചിട്ട് വന്നിരുന്നോട്ടെ, അയാൾ BJPയുടെ RSSന്റെ ഇത് വെച്ചിട്ട് ഇരുന്നോട്ടെ. പക്ഷെ അത് മീഡിയ കൂടി പബ്ലിഷ് ചെയ്ത് അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കുന്നു. അത് ഇന്ന ആളുടെ ഗ്രാൻഡ് സണ്ണാണ്. അതിനൊന്നും പ്രസക്തിയില്ല. ആ പ്രസക്തി വരുന്ന ഇവിടെ എന്ന് വെച്ചാൽ ലെഫ്റ്റ് മൂവ്മെന്റിനെ അടിച്ചിരുത്താൻ വേണ്ടി അതിന് ഉപയോഗിക്കുമ്പോഴാണ്. അത് കൃത്യമായ പ്ലാനിങ്ങോട് ചെയ്തു. ഇന്നത്തെ സംഭവം കൃത്യമായിട്ടൊന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. എന്താണ് പ്രശ്നം ഉണ്ടായത് എക്സാക്റ്റ് പറയും. ഞാൻ പുറകിൽ കോഫിൻ വിട്ട് നൽകാത്ത രീതിയിൽ അതിന്റെ പുറത്ത് അതൊക്കെ നാച്ചുറൽ കോഫിൻ വിട്ട് നൽകേണ്ട ആൾക്കാർ ചിലപ്പോൾ ഒരു അച്ഛനോ മോനോ മരിച്ചിട്ട് ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ കരച്ചിലും പിഴിച്ചിലും അതുപോലെ അത് തടയുന്ന രീതിയിലും അവരെ കൈയേറ്റം ചെയ്യുന്ന രീതിയിലും ഒക്കെ ആശയുടെ മകനെ കൈയേറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് കൈയേറ്റം ചെയ്താൽ ഞാനുള്ള കാര്യം പറയാം, ആ പയ്യന് ജീവിച്ചിരിക്കാൻ പറ്റില്ലായിരുന്നു. അവിടെ നിൽക്കുന്ന മറ്റു സാക്കൾ കൈയേറ്റം ചെയ്താൽ ജീവിച്ചിരിക്കാൻ പറ്റില്ല. അതിനൊക്കെ കെൽപ്പുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്യാനായിട്ട് യാതൊരു ധാരണയില്ല, ചെയ്തിട്ടില്ല. അതെ, ഞങ്ങൾ ആരും ഇതുവരെ ഒരു കാര്യത്തിനും കോടതി പോയിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഡിഫെൻഡ് ചെയ്യാന്നല്ലാണ്ട് വേറൊരു കാര്യത്തിനും കോടതി പോകാറ്. സംസാരിച്ച തീരുമാനം മറ്റേ നമുക്കിപ്പോൾ പലതിനെയും ജീവികളെ പലതിനെയും ട്രെയിൻ ചെയ്യാം. മനുഷ്യൻ ട്രാക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ട്രെയിനിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സംസാരിച്ച് തീർക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അതിനെ പറ്റിയ ആളായിരിക്കും.